നമ്മൾ വണ്ടർലേക്ക് വരുന്നത് ട്രെയിനിലാണെങ്കിൽ നമ്മൾ വന്ന് ഇറങ്ങേണ്ടത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ മൂന്നും കൂടി ചേർന്നൊരു ജംഗ്ഷനുണ്ട്. അതിൻ്റെ അടുത്താണ് മാധുര്യ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൻ്റെ നേരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് പോകണ ഒരു ബസ് കിട്ടും. ഒരു പള്ളിക്കര ബസ് എന്നാണ് അവിടെ പോണ ബസ്സിൻ്റെ പേര്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടർലാൻഡ് അടുത്ത് വരെ കൊണ്ടെത്തും. അതിന് ശേഷം നേരെ ഒരു 15 മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടേക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അവിടേക്ക് ബസ്സൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളൊരു 15 മിനിറ്റ് നടക്കുകയാണ് ചെയ്തത്. വണ്ടർലെത്തിയ ശേഷം അവിടുന്ന് കുറച്ചും കൂടി മേലോട്ട് നടക്കാനുണ്ട്. സോ അത് നമുക്ക് നടക്കണതിന് വരെ അവർ തന്നെ അവിടുന്ന് ഒരു വണ്ടർലയുടെ തന്നെ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ കയറിയിരുന്ന കറക്റ്റ് വണ്ടർലയുടെ എൻട്രൻസിൻ്റെ ഉമ്മറത്ത് കൊണ്ട് എത്തിക്കും അവർ. അവിടെ നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ, നേരെ ചെന്ന് ടിക്കറ്റിൽ ലൈനിൽ നിന്ന് നിങ്ങൾ അത്രയും സമയം വേസ്റ്റാണ്. നിങ്ങൾ ആദ്യം അതിൻ്റെ അടുത്ത് 1-2 പേര് നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫോം വാങ്ങിയിട്ട് നിങ്ങൾ എത്ര പേരുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. മുന്നേ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ആ മാസം ബർത്ത്ഡേ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പോയപ്പോൾ ആ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു 4 പേര് പോവുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരം ഓഫേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ മാസം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആകുമ്പോൾ ടിക്കറ്റ് ചാർജ് 1789 അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ എല്ലാ ഐറ്റംസിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു വാച്ച് ഉണ്ട്, ഓറഞ്ച് കളർ വാച്ച് കിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കബോർഡിൽ നിങ്ങളുടെ ലോക്കിൻ്റെ നേരെ തന്നെ നിങ്ങളുടെ വാച്ച് പ്രസ് ചെയ്താൽ സെൻസറാണ്. സോ അത് തനിയെ ഓപ്പൺ ആവും. അല്ലെങ്കിൽ വേറെ ആര് പ്രസ് ചെയ്താലും അത് ഓപ്പൺ ആവില്ല. സോ നല്ല കാട്ടിയ ശേഷം നമ്മൾ നേരെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ കബോർഡിൽ കൊണ്ടുവച്ച് അത് ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളെപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് റൈഡിൽ കയറാനാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയ ശേഷം റൈഡിൽ കയറാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റെ ആൾക്കാർ നിങ്ങളെ കയറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് ഉപകരണത്തിൽ കയറുമ്പോൾ പലതരം അപകടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് അവർ പലപ്പോഴും കയറ്റാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ നിങ്ങൾ റൈഡുകളിൽ കയറുക. റൈഡുകളിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് കയറ്റാതിരിക്കുക. പലപ്പോഴും പലർക്കും നല്ല പേടിയുണ്ടാവും. കാരണം മേലെയൊക്കെ ചെന്നിട്ട് പലതരത്തിലുള്ള സ്പേസിൽ പോണ മാതിരി, സ്പേസ് സ്റ്റേറ്റിലൊക്കെ പോണ ഫീലിങ്സ് കിട്ടുന്ന പലതരം സംഭവങ്ങൾ അവിടെ ഉണ്ട്. സോ അതിലൊക്കെ കയറുമ്പോൾ പേടിയുള്ളവരാണെങ്കിൽ കയറ്റിക്കഴിഞ്ഞാൽ പകുതിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വയസ്സായവരൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് റൈഡ്സ് ഇതൊക്കെയാണ്, ഒന്ന് കണ്ടോളൂ. സോ ഇത് നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് ഇത്തിരി കുറച്ച് അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യുന്നതാണ്. കാരണം കുറച്ച് സ്പേസ് ഷിപ്പിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് കിട്ടും. മേലേക്ക് തലസുത്തനൊക്കെ മറിയണ ഒരു ഫീലാണ് ഉണ്ടാവുക. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ കയറിയ കുറച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ഛർദ്ദിക്കാനൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. ഇതിൽ കയറുമ്പോൾ കണ്ണാടിയും ഫോണൊന്നും ഒക്കെ അയച്ചു വെച്ചിട്ട് വേണം ഇതിലും ഒക്കെ കയറാൻ. എല്ലാ റൈഡ്സിൽ കയറുമ്പോഴും കണ്ണാടിയും ഫോണൊന്നും അവർ കയ്യിൽ വയ്ക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ തിരിയുമ്പോഴൊക്കെ വീഴാൻ സാധ്യതയുണ്ടേ. കുറേ റൈഡിൽ കയറിയ ശേഷം അവസാനം ഈ റൈഡിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറി ഇരുന്നിട്ട് ഇത് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഏറ്റവും കൂടുതൽ എന്നെ പേടിപ്പിച്ച റൈഡ് ഇതാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഞങ്ങൾ ട്രെയിൻ പോലെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. ഇത് മേലെ പോയി കറങ്ങി വരുമ്പോഴേക്കും എൻ്റെ കഴുത്തും കൈയും കാലൊക്കെ മസിൽ പിടിച്ച മാതിരത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഹാർട്ടിൻ്റെ അവിടെയൊക്കെ ഒരു ജാതി കല്ലെടുത്ത് വെച്ച ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് കഴിഞ്ഞപാട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്, ഇത് കയറിനപാട് നേരെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വെള്ളത്തിൽ കളിക്കാൻ പോവാം, ഇനി റൈഡ്സിൽ കയറുന്ന പരിപാടിയില്ല, മേലെ പോയി ചത്തില്ല എന്നേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് ആയിരുന്നു എല്ലാവർക്കും. റൈഡ് കയറി എല്ലാ ടെൻഷനും ഇറക്കി വയ്ക്കാൻ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് അവിടുന്ന് ടോക്കണിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. 400 രൂപയുടെ ഉള്ളിലായി ഫുഡ്. അവിടുന്ന് ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങി ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിൻ്റെ കൂടെ നമുക്ക് പെപ്സി, ഗുലാബ് ജാമുൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുറേ വെള്ളത്തിൽ കളിക്കുന്ന കുറേ പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ പൂളിൽ ഒരു 5 മണിക്കൊക്കെ സമയത്തൊക്കെ വേവ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരമാലകളുടെ ഫീൽ നമുക്ക് കിട്ടും. അവരുടെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് കളിക്കാൻ പറ്റും. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് സമയം. പൂളിലൊക്കെ 6 മണി കഴിഞ്ഞാൽ അവർ വേഗം കയറാൻ പറയും. പിന്നെ റൈഡ്സിലൊക്കെ ആണെങ്കിൽ 6:30, 7:30 വരെയൊക്കെ തിരക്കുള്ള സമയത്ത് ഇരുത്താറുണ്ട്. അത് ആ ദിവസത്തിനനുസരിച്ചിരിക്കും.